ഇപ്പൊ 2 വർഷം കൊണ്ട് അവരല്ലേ ഭരിക്കുന്നത്. അപ്പൊ ഈ വർഷം BJPയോ കോൺഗ്രസോ ആരെങ്കിലും വരട്ടെ. പിണറായിക്ക് കൊടുക്കാൻ തന്നെ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ 10-16 വയസ്സിൽ തുടങ്ങിയ വോട്ടടക്കമാണ്. അന്നോട്ടേ നമ്മൾ ഈ കോൺഗ്രസിനാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സ് തോന്നൂല. കുടിവെള്ളം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ. ഇപ്പം അത് കിട്ടാറില്ല. 2 ദിവസത്തിലൊരിക്കലാണ് കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ക്ഷാമമാണ്. ഒരു ഭരണം ഉണ്ട്, വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ രാവിലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോണ കുറെ പേരുണ്ട്, സ്കൂളിൽ പോണ മക്കളുണ്ട്. ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല. പിന്നെ നൈറ്റിലാണ് 10-12 മണിക്കൊക്കെയാണ് വെള്ളം വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് പാർട്ടിക്കാർ വന്നാലും അത് കറക്റ്റ് ചെയ്ത് നന്നായിരിക്കും. ആര് ജയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെടാൻ പോണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണത്തിൽ വരണം. അത് വരാം. അത് വരണം. ഇപ്രാവശ്യം BJP ആണെന്ന് ഉറപ്പാണല്ലോ, അതിൽ തർക്കം വരില്ലല്ലോ. LDF LDF ഭരിക്കണം. എന്തുകൊണ്ട് LDF വീണ്ടും വരണം? വിശ്വാസം, പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണം വീണ്ടും ഭരണം 3ാമത്തെ തവണ ഭരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കേരളം ഒന്നടങ്കം. ആര് എന്നുള്ള ചോദ്യം 3ാം പിണറായി സർക്കാരാണോ, UDF ആണോ, NDA ആണോ എന്നൊക്കെ ഉറ്റുനോക്കുന്ന ജനങ്ങൾ. വലിയ ആവേശമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്താണ്. തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ അത് എങ്ങനെയാണ് പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നത്, ജനങ്ങൾക്ക് ആര് വരണം എന്നതാണ് പ്രതീക്ഷ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആര് തൂക്കും? ഇപ്രാവശ്യം BJP ആണെന്ന് ഉറപ്പാണല്ലോ, അതിൽ തർക്കം വരില്ലല്ലോ. ഇപ്പൊ BJPന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പരിചിതനാണോ? മണ്ഡലത്തിലുള്ളവർക്കൊക്കെ പരിചിതനാണോ? ജയൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇന്നൊന്നുമല്ല, 10-35 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചിതനാണ്. ഈ പ്രത്യേകിച്ച് ഞങ്ങളെ ചെങ്കച്ചുള്ള കോളനിയിൽ, രാജാജി നഗറിൽ നിന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. രാജാജി നഗറിലെ കോളനിയിൽ അയാൾ ഏറ്റവും നല്ല, എല്ലാവരും നേരിട്ടറിയാന്നുള്ളതാണ്. ഇപ്പോഴും ഒരു 10 ദിവസത്തിനകത്ത് പോലും ഇവിടെ വന്നിട്ട് പോയ ഒരു വ്യക്തിയാണത്. ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് പോലും. അതുവരെ എന്താ ഇതാണ്ട് ഇപ്പൊ ഒരു വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളെ കോളനിയിൽ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ രാവിലെ 6 മണി ആയി കഴിഞ്ഞാൽ പൈപ്പ് ലൈനിൽ വെള്ളമില്ല. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടണത് 2-2:30 മണിക്കാണ് രാത്രി. ഇതുപോലും ഞങ്ങൾ പോയി ഈ ഇതാണ്ട് ഈ നിങ്ങൾ കാണുന്ന ഈ ബാക്കിൽ ഞങ്ങൾ ഇവിടെ റോഡ് ഇവിടെ ഉപരോധിച്ചത് ജയൻചേട്ടനാണ്. ഈ ജയൻചേട്ടനാണ് ഇവിടെ വന്നിരുന്ന് ഉപരോധിച്ചിട്ട് ഈ കോളനിയാണ്, അവർക്ക് പൈപ്പ് ലൈനിൽ വെള്ളം കൊടുക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണത്. അന്ന് സ്ഥാനാർത്ഥിയൊന്നും അല്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് പോലും പ്രവർത്തിക്കണത്, എന്നിട്ട് പോലും ഞങ്ങളെ കോളനിക്ക് വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ജയിക്കും നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര്? LDF സർക്കാർ തന്നെയാണെന്നാണ് വിശ്വാസം. കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ LDF തന്നെയാണ് പിന്നെ വരുന്നത് വിശ്വാസം. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, വികസനം, അതൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ. പറയുന്ന ആൾക്കാർ എന്തും പറയും. പക്ഷെ ഞങ്ങളുടെ എല്ലാ വിശ്വാസം LDF സർക്കാർ വരുന്നില്ല. അത് തന്നെയാണ് ഭരണം. ഇത്ര കോൺഫിഡൻസ് വരാനുള്ള കാരണം എന്താണ്? ഈ 10 വർഷത്തെ മികച്ച ഭരണം തന്നെയാണ്. 10 വർഷം മികച്ച ഭരണം തന്നെയാണ് കോൺഫിഡൻസ് വരാൻ കാരണം. ഞങ്ങൾക്ക് ആഗ്രഹം LDF സർക്കാർ തന്നെ വരണം. ഈ സർക്കാർ തന്നെ പിന്നെ വരണം തന്നെയാണ് ആഗ്രഹം. സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? പുതിയൊരു സ്ഥാനാർത്ഥി ആയതിന്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ വ്യക്തിയല്ലല്ലോ, പ്രസ്ഥാനമല്ലോ വരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജാജി നഗറിലാണ്. ശരിക്കും ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും രാജാജി നഗർ വളരെയധികം, പ്രത്യേകിച്ച് നമ്മുടെ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് രാജാജി നഗർ ഉള്ളത്. അപ്പൊ ഈ ഇലക്ഷൻ വരുമ്പോൾ അവർ എന്താണ് ആഗ്രഹിക്കുന്നത്, ആര് ജയിക്കുമെന്നാണ് അവരുടെ ആഗ്രഹം. അത് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ജയിച്ചു വരുന്ന ആൾക്കാരോട് പറയാൻ, ഇനിയും നിറവേറേണ്ട ആവശ്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ട്, ഇതാണ് അവരുടെ പ്രതീക്ഷ എന്നത് അവരോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് ഇപ്പൊ 1-2 ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോ അവര് പറയുന്നത് ഒന്നുകിൽ BJP അല്ലെങ്കിൽ LDF എന്നുള്ള രീതിയിലാണ്. കോൺഗ്രസ് ചിത്രത്തിൽ ഇല്ലേ എന്ന് പോലും തോന്നുന്നുണ്ട്. ഇതുവരെയുള്ള റെസ്പോൺസ് ഒക്കെ ഒരു രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നില്ല, ഒരു രാഷ്ട്രീയത്തെ പ്രതികൂലിക്കുന്നില്ല. വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ രാജാജി നഗറിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഇനിയും നിറവേറേണ്ടതായിട്ടുണ്ടോ? നേരത്തെ ഭരിച്ചവരൊക്കെ നല്ല നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് ആവശ്യങ്ങളുണ്ട് രാജാജി നഗർ. ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതെ, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ഈ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് പുതിയതായിട്ട് പറയാനുള്ളത്? ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ടോ ചൂണ്ടിക്കാണിക്കാൻ ഇനി വരുന്നവർക്ക് മുന്നിലേക്ക്? അല്ല, ഈ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗം സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ്. ഈ മീറ്ററുകൾ ദൂരമുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മാറ്റം ഈ കോളനിക്കകത്ത് വേണം. ഇപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരുണ്ട്,
അത്യാവശ്യം സ്പോർട്സിൽ നല്ല ആ, പിന്നെ കലാകാരന്മാർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുക. എല്ലാ കാര്യത്തിനും സർക്കാർ അവരെ പരിഗണിക്കുക, അവരെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, സർക്കാർ അവരോടൊപ്പം നിൽക്കുക, അത്രയും. ഉണ്ട് ഒരുപാട് ആവശ്യങ്ങളാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ളൊരു ആവശ്യം. ഞങ്ങളുടെ കുടിവെള്ളം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ ഇപ്പം. അത് കിട്ടാറില്ല. 2 ദിവസത്തിലൊരിക്കലാണ് കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ക്ഷാമമാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ ഇപ്രാവശ്യം? ഉണ്ടാകണം. വേണം. എന്താണ് ചേച്ചിയുടെ ഒരു പ്രതീക്ഷ? ആര് വരുമായിരിക്കും ഇത്തവണ? സ്ഥാനാർത്ഥികളെ 3 പേരെ പരിചിതമാണോ? അറിയാലോ, LDF വേണ്ടി സുധീർ കരമന, UDF CP ജോൺ, അതുപോലെ തന്നെ BJP വേണ്ടി കരമന അജയൻ, ഇവരെയൊക്കെ പരിചിതമാണോ? ആൾക്കാരെ അറിയാം. ഓക്കെ. എന്തായാലും ഒരു വീട്ടമ്മ എന്ന രീതിയിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഭരണമാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നു? വിദ്യാഭ്യാസം, പിന്നെ ഓരോ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം പ്രത്യേകിച്ച് കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും പ്രത്യേക ഒരു മാറ്റം. ഇപ്പൊ ഉള്ള ഭരണത്തിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നാണോ? അതോ ഇല്ല, കിട്ടിയിട്ടില്ല എന്നല്ല, കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അതിന് മാറ്റം. ഒരു ഭരണമാറ്റം വേണം. എങ്ങനെ തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ്? ഏതുവരെ എത്തി രാജാജി നഗറിലെ തിരഞ്ഞെടുപ്പ്? അടിപൊളിയായിട്ട് നടക്കും. ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല, ആര് വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പരിചിതമാണോ? UDF LDF BJP നിൽക്കുന്ന? ഇനിയിപ്പോ മനുഷ്യരെ ഓരോരോ ആളുകളുടെ അടുത്ത് നമുക്ക് ചോദിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യും. കോൺഗ്രസിന് വോട്ട് ചെയ്യുള്ളൂ. അത് വാസ്തവം. അപ്പൊ ഈ പ്രാവശ്യം ഒരു ഭരണമാറ്റം വേണം. അതെന്തോ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ. ഭരണം മാറ്റം ജനങ്ങളല്ലേ നിശ്ചയിക്കും. കോൺഗ്രസ് ജയിക്കണം. അതിനെ പറ്റി പറയാൻ പറ്റൂല. ജനങ്ങളെ മനസ്സ് ആരാണോ അവര് വരും. കോൺഗ്രസ് വന്ന എന്ത് മാറ്റം ഉണ്ടാകുന്ന ചേട്ടൻ വിചാരിക്കുന്നത്? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ വിചാരിക്കണം എങ്കിലേ മാറ്റം വരുള്ളൂ. അല്ല, വന്നു കഴിഞ്ഞാൽ എന്താ വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇരുന്നപ്പോ കോൺഗ്രസ് ഇരുന്നപ്പോ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തിനു ചെയ്തു? ഇപ്പോഴത്തെ ആൾക്കാർ ഒന്ന് ജയിക്കണം, ഇപ്പൊ തുടർ ഭരണം വേണം. അതാണ് നമ്മുടെ തീരുമാനം. ഇപ്പൊ നമ്മുടെ LDF വേണ്ടി നിൽക്കുന്ന വ്യക്തി സുധീർ കരമനയാണ് നിൽക്കുന്നത്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണോ? നമ്മുടെ പാർട്ടിയാണ് നോക്കണം. പാർട്ടിയാണ്. ആര് നിന്നാലും പാർട്ടി പ്രസ്ഥാനം വലുത്. അപ്പൊ ഈ വരുന്നവര്, അതായത് ഇപ്പൊ ഇനി വരുന്നവർ ആരായാലും എന്തൊക്കെ ആവശ്യങ്ങൾ രാജാജി നഗറിനെ സംബന്ധിച്ച് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും പറയാൻ വേണ്ടി? ഇവിടെ ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, സാധാരണ നടന്നു പോകുന്നു, അത്ര തന്നെ. അപ്പൊ ഭരണമാറ്റം വേണം, ഈ ഭരണം തന്നെ തുടരും. അതെ, നല്ലത് ഇതാണ്. ആര് ജയിക്കും ഈ പ്രാവശ്യം? നമ്മുടെ തിരുവനന്തപുരത്ത് ആര് ജയിക്കും? കോൺഗ്രസ് ജയിക്കണം. കോൺഗ്രസ് ജയിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കണം? കോൺഗ്രസ് ആയ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇപ്പൊ സമാധാനം കുറവുണ്ടോ? ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഒരു ഭരണമാറ്റം വേണം നമ്മുടെ കേരളത്തില്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടോ ഈ 10 വർഷം കൊണ്ട്? കുഴപ്പമില്ല. അപ്പൊ കോൺഗ്രസ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 2 വർഷം കൊണ്ട് അവരല്ലേ ഭരിക്കുന്നത്. അപ്പൊ ഈ വർഷം BJPയോ കോൺഗ്രസോ ആരെങ്കിലും വരട്ടെ. 3ാം പിണറായി സർക്കാർ എന്നുള്ള ഉറപ്പാണ് ഇപ്പോ LDF സർക്കാരിന്റെ പ്രധാന പ്രചാരണ വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ 3ാമതും പിണറായി സർക്കാർ തന്നെ വരൂലെന്നാണ് എന്റെ ഒരു. ആര് ജയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെടാൻ പോണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണത്തിൽ വരണം. അത് വരാം. അത് വരണം. അപ്പൊ ഈ ആവശ്യങ്ങളൊക്കെ അവര് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ 10 വർഷത്തെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാവരും. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ LDF ആണ് ഭരിക്കുന്നത്, ഇനി UDF അല്ലെങ്കിൽ BJPയോ ഭരിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചില്ല. ദൈവം ഏതാണ് കൽപ്പിക്കുന്നത് അതാണ്. കുടിവെള്ളം എല്ലാ വീടാണെങ്കിൽ എല്ലാം ഇടിഞ്ഞു വീഴുന്നോണ്ടിരിക്കല്ലേ. ഈ പര്യടനത്തിന് വരുന്ന സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തോ? അയ്യോ, ആരും വന്നാലും ഇത് പറഞ്ഞ് ഞങ്ങള് നടന്നു. ഈ പറയുമ്പോ അവിടെ ഒരു മറുപടി എന്താണ്? നേരത്തെ വന്ന സ്ഥാനാർത്ഥികളുടെ ഒക്കെ മറുപടി എന്തായിരുന്നു? ഉടനെ ശരിയാക്കാന്ന് പറയും. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോയി. ആ സ്ഥാനാർത്ഥികളോട് ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇവിടെ ആരും വരില്ല, സ്ഥാനാർത്ഥികൾ വരില്ല. വോട്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓടി വന്ന് പോകും. പിന്നെ ആവശ്യങ്ങൾ പറയുമ്പോഴേക്കും നടത്തി തരാമെന്ന് പറയും, പിന്നെ കാണും. പൊതുവേ ഉള്ളൊരു പരാതിയാണ് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള. ആ പരാതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അല്ലേ? എവിടെ അവസാനിക്കും? ചേട്ടാ, ഇലക്ഷനൊക്കെ എത്തി. അപ്പോ ഭരണമാറ്റം വേണോ? എന്താണ് ഒരു ഇലക്ഷനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഒരു വോട്ടർ എന്ന രീതിയിൽ? വോട്ടർ എന്ന രീതിയിൽ ഒരിക്കലും ഭരണമാറ്റത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ LDF സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വികസനം വന്നിരിക്കുന്നു, പെൻഷൻ കൂട്ടിയിരിക്കുന്നു, വീടുകൾ ലൈഫ് പദ്ധതിയിൽ കൊടുത്തിരിക്കുന്നു. ആണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ഭരണമാറ്റം പറഞ്ഞിട്ട്? തുടർ ഭരണം വീണ്ടും 3ാമത് കിട്ടണം.
ഒരുപാട് വിമർശനങ്ങൾ കൂടെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. വിമർശനം അതിപ്പോ നല്ല കാര്യം ചെയ്യുമ്പോൾ വിമർശിക്കാതിരിക്കൂലല്ലോ. വിമർശനം വന്നാലേ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുള്ളൂ. ഇവരുടെ കക്ഷികളും കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നല്ലതെന്ന് പറഞ്ഞാൽ അത് പറ്റൂല. വിമർശനം വരുമ്പോൾ അത് കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി പോകും. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച എന്നുള്ള ഒരു ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റൂല, ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കുറച്ച് തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ള. ഇതൊക്കെ LDF-ന് ഒരു തിരിച്ചറിയാൻ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അതിപ്പോ കോടതി ഇരിക്കുന്ന വിഷയമാണ്. അതിപ്പോ കോടതി എന്താണ് തീരുമാനിക്കണമെന്ന് പറയാൻ പറ്റൂല. അതിപ്പോ കോടതി തീരുമാനിക്കട്ടെ. ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ള അവർ ശിക്ഷിക്കപ്പെടും, അത്ര. ഇപ്പൊ ഇവിടെ LDF-ന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തി അറിയാലോ, സുധീർ കരമനയാണ് സ്ഥാനാർത്ഥി. അപ്പോ സ്ഥാനാർത്ഥി ശക്തനാണോ? സ്ഥാനാർത്ഥി ശക്തനാണ്. പുള്ളിയുടെ ഫാദറൊക്കെ നേരത്തെ LDF പാർട്ടിയിലുള്ള ഒരു ആളാണ്, നമുക്ക് നേരത്തെ അറിയാം. അതുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ സുധീർ കരമന എല്ലാവർക്കും അറിയാം, നല്ലൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് സുധീർ കരമനയിലേക്ക് പോയത് എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അതായത് ആന്റണി രാജുവിന് ആ കേസിൽ തിരിച്ചടി വന്നു. അത്തരത്തിലാണ് സ്ഥാനാർത്ഥിയിലേക്ക് പോയത്. ആന്റണി രാജുവിന് വീണ്ടും മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ആന്റണി രാജു മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്താണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊരു വിഷയമാവും പോകുന്നില്ല. ഇവിടെ LDF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന വോട്ടർമാർ അതിനു വേണ്ടി നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ള ഒരു 100% ഉറപ്പ് നമുക്കുണ്ട്. എന്തായാലും വിജയിക്കും, നല്ല ഉറപ്പുണ്ട്. ഞാൻ പക്ക കോൺഗ്രസ് അപ്പൊ കോൺഗ്രസിന് തന്നെ വോട്ട്. ഞാൻ കോൺഗ്രസിന് തന്നെ 52 വർഷമായി ഞാൻ കോൺഗ്രസിന് വേണ്ടി പൊരുതുന്നത്, പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, വോട്ട് പിടിക്കുന്നുണ്ട്, വോട്ട് ചെയ്താൽ ജയിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ലാത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ പ്രവർത്തനവും ഉണ്ട്. ഒരു കോൺഗ്രസ്സുകാരി എന്ന രീതിയിൽ എങ്ങനെയുണ്ട് LDF-ന്റെ 10 വർഷത്തെ ഭരണം? നമുക്കിപ്പോ അത് പറയാൻ പറ്റില്ല. ഭരണം മാറി തന്നെ വരണം. 10 വർഷവും 15 വർഷം ഒരു മന്ത്രി ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഭരണം മാറി തന്നെ വരണം. ഇപ്പൊ UDF-ന് വേണ്ടി നിൽക്കുന്ന CP ജോൺ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ജോൺ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് മുൻ പരിചയമുണ്ട്. ഞാൻ ഡോക്ടർ അംബേദ്കറിന്റെ സംഘടനയിലെ സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങൾ ആ കാര്യത്തിനൊക്കെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം PC ജോണിന് വേണ്ടി നമ്മൾ പൊരുതും, വോട്ട് ചെയ്യും, വോട്ട് ചെയ്യിപ്പിക്കും നമ്മൾ. അപ്പൊ ഇത്തവണ തിരുവനന്തപുരം UDF തോക്കൂല, ജയിക്കും. ഇല്ല, ജയിക്കും, ജയിപ്പിക്കും. അമ്മേ വോട്ടിടാൻ പോകോ? വോട്ട് ചെയ്യാൻ പോകോ? പോവും. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ഈ ഇലക്ഷന്? കോൺഗ്രസ് ജയിക്കണം. അപ്പോ അത് എന്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്ന് ഒരു വീട്ടമ്മ പണ്ടേ ഞങ്ങളത് കൊച്ചും പ്രായത്തില് ഇപ്പൊ മാറാൻ നമുക്ക് മനസ്സ് തോന്നും. അമ്മ അവിടുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പെൻഷനൊക്കെ കിട്ടാറുണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്ന പിണറായി സർക്കാരിന്റെ പവറാന്നാണ് അവര് പറയുന്നത്. പിണറായിക്ക് കൊടുക്കാൻ തന്നെ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ 10-16 വയസ്സിൽ തുടങ്ങിയ വോട്ടിടക്കമാണ്. അന്നോട്ടേ നമ്മൾ ഈ കോൺഗ്രസിനാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സ് തോന്നൂല. അതാണ്, അല്ലാതെ അത് നമുക്ക് അങ്ങനെ മനസ്സിലായിപ്പോയി. അപ്പൊ ഈ കോൺഗ്രസ് തോക്കുമ്പോ വിഷമം വരുമോ? നേരത്തെ ഇവിടെ ഈ തിരുവനന്തപുരം മണ്ഡലത്തില് ഇപ്പൊ LDF ആണ്, അപ്പൊ കോൺഗ്രസ് തോറ്റു, അപ്പൊ വിഷമം വന്നു. പിന്നെ വിഷമം ഉണ്ടാവും. വിഷമിച്ചിട്ട് എന്തൊരു കാര്യം. എല്ലാരും ഇപ്പൊ ഒന്നതുപോലെ ഇരിക്കൂലല്ലോ. കമ്മ്യൂണിസ്റ്റ് ജയിക്കണമെന്ന് അവര് വിചാരിക്കും, കോൺഗ്രസ് ജയിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ജയിക്കുമ്പോൾ കോൺഗ്രസ് തോക്കുമ്പോൾ നമുക്ക് ക്ഷമ ഉണ്ടാവും. പക്ഷെ കളിക്കാനും കൊട്ടാനും പാടാനും ഒന്നും പോകൂല, ചെറുപ്പത്തിലേ പോകൂല. ഞാനും എന്റെ ഭർത്താവും എന്റെ മോനും ഞങ്ങൾ കോൺഗ്രസ് ജയിക്കണം. ഞാൻ എനിക്കിപ്പോ വോട്ടില്ലേ. അപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് ജയിക്കണം. ഈ പ്രാവശ്യം ജയിക്കും കോൺഗ്രസ്? ജയിക്കും തോന്നുന്നു, പറയാൻ പറ്റില്ല. എന്താണ് സ്ഥാനാർത്ഥികളൊക്കെ വന്നു തുടങ്ങിയോ? ഒന്നും തുടങ്ങിയിട്ടില്ല. വോട്ട് ചെയ്യാൻ പോകുമല്ലോ. വോട്ട് ചെയ്യാൻ പോകും. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ഈ പ്രാവശ്യം? അങ്ങനെ താല്പര്യം ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിലവിൽ LDF ഭരണമൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല ഭരണം. നല്ല ഭരണമാണ്. തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ പരിചയമുണ്ടോ? ഈ നിൽക്കുന്ന 3 പേര് അറിയാവോ? പരിചിതമാണോ ഈ ഒരു സ്ഥലത്തിന്?
അപ്പൊ എന്തായാലും വോട്ട് ചെയ്യാൻ പോകും. തുടർ ഭരണം ആഗ്രഹിക്കുന്നു. നഗറിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്, വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ രാവിലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോണ കുറെ പേരുണ്ട്, സ്കൂളിൽ പോണ മക്കളുണ്ട്. ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല. പിന്നെ നൈറ്റിലാണ് 10-12 മണിക്കൊക്കെയാണ് വെള്ളം വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് പാർട്ടിക്കാർ വന്നാലും അത് കറക്റ്റ് ചെയ്ത് നന്നായിരിക്കും. ഇത് എല്ലാവരുടെയും പരാതിയാണോ? എല്ലാവരുടെയും പരാതി തന്നെ. കാരണം ഇതിനകത്ത് ഒരുപാട് ഓഫീസിൽ പോകുന്നവരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജിലുള്ളവരുണ്ട്. അപ്പം എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് വെള്ളം പിടിക്കാനും പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എപ്പോഴൊക്കെയാണ് വെള്ളം വരുന്നത് ഇനി രാത്രി 12 മണിക്ക് വരും. പിന്നെ രാവിലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല, പുലർച്ചെ ഉണ്ടാവും. ഇത് പരാതിയായിട്ട് പറഞ്ഞിരുന്നോ ഇപ്പോഴത്തെ ഭരണാധികാരി? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? ഒരു പരാതി എല്ലാരും കൂടി പരാതി അങ്ങനെ പരാതിപ്പെടാൻ നമ്മൾ 1-2 വീട്ടുകാർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം നിൽക്കുക, അല്ലാണ്ട് ഒറ്റ തിരിഞ്ഞ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വരുന്ന സ്ഥാനാർത്ഥികളോടൊക്കെ ഈ ഒരു പ്രശ്നം പിന്നെ തീർച്ചയായിട്ടും പറയും. നമുക്കതെല്ലാം അത്യാവശ്യം. LDF എന്തുകൊണ്ട് LDF വീണ്ടും വരണം? വിശ്വാസം പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണം വീണ്ടും ഭരണം 3ാമത്തെ തവണ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല പൊതുവെ സംസ്ഥാനം എല്ലായിടത്തും 3 മുഴുവൻ കൊടുക്കണം. സാധ്യതയുണ്ടോ 3ാമത് വരാൻ? സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ പെൻഷൻ കിട്ടുന്നത് ഞങ്ങൾക്ക് നമ്മളെ പോലെയുള്ളവർക്ക് അത് നമുക്കൊരു ഇതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഭർത്താവ് ഇല്ലാത്ത ഞങ്ങൾക്ക് അത് കിട്ടുന്നതും വലിയൊരു, പക്ഷെ അതൊക്കെ നല്ല ചെയ്യുന്നു. ഞങ്ങളെ ഇവിടുത്തെ റോഡുകളൊക്കെ തന്നെ നമ്മൾ ആ ഭരണം വന്ന ശേഷമാണ് ഈ റോഡായത്. അല്ലെങ്കിൽ ഇതൊക്കെ ചെളിക്കുണ്ടിൽ കിടന്ന റോഡാണ്.